ഹായ്, എന്തൊക്കെ വിശേഷം? എല്ലാവരും സേഫായിട്ടിരിക്കുമല്ലോ? ഞങ്ങളിവിടെ സേഫാണ്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ബ്യൂട്ടി ടിപ്സ്, ഹെയർ കെയർ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രാവലോഗ് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോസ് തന്നെ സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലിപ്സിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ലിപ്സുമായിട്ട് വരണ്ട് തുടങ്ങി വരണ്ട് പൊട്ടിയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ക്രബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമുക്ക് സ്ക്രബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബീട്രൂട്ട് നല്ലൊരു സ്ക്രബാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് വാലെടുപ്പിക്കണ്ട, നമുക്ക് എങ്ങനെയാണ് സ്ക്രബ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബീട്രൂട്ടാണ്. അര ബീട്രൂട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുണ്ടൊന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തു. പിന്നെ ആവശ്യമുള്ളത് ഒലിവ് ഓയിൽ ആണ്. സോ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് കൈ കൊണ്ട് പിഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര ചിലപ്പോൾ വേണ്ടി വരില്ല കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തുന്നുള്ളൂ. സ്ക്രബ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കണമല്ലോ. അപ്പം നമ്മൾ അത് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുക. 2 സ്പൂൺ ഒലിവ് ഓയിൽ മതിയായിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒലിവ് ഓയിൽ സ്പൂൺ വൈസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് കുടഞ്ഞിട്ടതാണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഇച്ചിരി ടൈറ്റനായിട്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സ്ക്രബൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞ ബീട്രൂട്ടാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി കളർ കുറവാണ്. അപ്പം നമുക്ക് സ്ക്രബ് ചെയ്തിടണം. അപ്പോൾ ഞാൻ ആ സ്ക്രബ് വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റോളം അത് ലിപ്സിൽ വയ്ക്കുക. വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ടിരുന്നത് ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ്. അത് കളർ ലിപ് ബാം ഉണ്ട്. നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഏത് ലിപ് ബാം വേണമെങ്കിലും ഇടാം. നമുക്കൊന്ന് ലിപ്സിന് മോയ്സ്ചറൈസ് കിട്ടണം. അത്രയേ ഉള്ളൂ.